9 നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയൂല. നോർമൽ പുഴയല്ല, അതായത് കുത്തി ഒഴുകണായത് 9 നോട്ടിൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, മരങ്ങളുണ്ട്, കൊമ്പുണ്ട്, ചില്ലുണ്ട്, കമ്പിയുണ്ട്, ഷീറ്റുണ്ട്. ഇതുപോലും നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാണ്. ഇപ്പം ഗംഗാവലി പുഴേൻ്റെ ഓരോ മുക്കും മൂലി അറിയണതാ. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഫുള്ള് ഒരു മാജിക് ഉണ്ട്. അതായത് നമ്മൾ ഈ പുഴയിലെ തെരച്ചിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ പുഴയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് ഈ പുഴയിൽ ഒരുപാട് സാധനം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്ത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരി ആയിപ്പോയി. ഞാൻ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ മലയാളികൾ, അതായത് എനിക്ക് അതിനേക്കാൾ മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു മൂമെൻ്റ് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിൻ്റെ മൂമെൻറ്റാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ വിജയിക്കുന്നതിന് മുന്നേ ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ ടൈമുണ്ട്, പരീക്ഷണത്തിൻ്റെ ടൈമുണ്ട്, അപമാനത്തിൻ്റെ ടൈമുണ്ട്. ആ ടൈമിന് ഇതുപോലത്തെ മനുഷ്യന്മാർ കൂടും. ഇല്ല, എൻ്റെ കൈവിട്ടില്ല, അത് കണ്ടിപ്പായിട്ട് മുന്നപ്പണ്ണ എൻ്റെ കൈവിട്ടില്ല. നീ ബാ, നീ അമ്മ കൊടുത്ത് ബാ, ഞാൻ വിഷമിരുന്നു. ഇതോടുകൂടി തീരുന്നില്ല.